പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. മത്സ്യ കർഷകരും കോൺഗ്രസും പരിസ്ഥിതി പ്രവർത്തകരും എവൈഎഫുമാണ് പ്രതിഷേധിക്കുന്നത്. വിവരങ്ങളുമായി നിതിൻ സേവ്യർ ചേരുകയാണ്. നിതിൻ, ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ സ്വഭാവമെല്ലാം മാറുകയാണോ? തീർച്ചയായും സഫ, നേരത്തെ ഈ പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ വലിയ പ്രതിഷേധമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ PCB ഓഫീസിനകത്ത് പ്രതിഷേധം ആരംഭിച്ചിരുന്നുവെങ്കിൽ നിലവിൽ ഇപ്പോൾ മത്സ്യകർഷകർ അല്ലെങ്കിൽ പെരിയാർ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പുറത്ത് വലിയ ഒരു പ്രതിഷേധ സാഹചര്യത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ്. PCBയിൽ ചീഫ് എഞ്ചിനീയർ അടക്കം തടഞ്ഞുകൊണ്ട് ഈ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളെ PCB ഓഫീസിൽ നമുക്ക് കാണാൻ സാധിക്കും. PCB ഓഫീസിന് മുമ്പിൽ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളെ അടക്കം ഇവിടെ ഇട്ടുകൊണ്ട് ഇവിടെ വലിയ തോതിലുള്ളൊരു പ്രതിഷേധ സമരത്തിലേക്ക് ഇവിടുത്തെ ആളുകൾ പോകുന്നത് കാണാൻ സാധിക്കും. ഇവിടെ വലിയ ഈ ആളുകളുടെ നേതൃത്വത്തിൽ മത്സ്യകർഷകർ ഈ പ്രദേശങ്ങളിലുള്ള മത്സ്യകർഷകരെല്ലാം തന്നെ ഇവിടെയുണ്ട്. വലിയ തോതിലുള്ളൊരു പ്രതിഷേധത്തിലേക്കാണ് ഇവരിവിടെ പോകുന്നത്. നിലവിൽ ചീഫ് എഞ്ചിനീയർ അവർ അല്പസമയം മുമ്പ് ഇവിടെ തടഞ്ഞിരുന്നു. നമുക്ക് പോയി പെരിയാർ സംരക്ഷണ സമിതി ആളുകളോടൊപ്പം ചോദിക്കുന്നുണ്ട്. ചേട്ടാ, വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് നിങ്ങളിവിടെ പോകുന്നത്? അല്ല, പ്രതിഷേധം എന്ന് വെച്ചാൽ ഈ പ്രതിഷേധമൊന്നും ഒരു കാര്യമില്ല. ഇപ്പം അയാൾ തിരിച്ചു പോയില്ലേ? ബാബുരാജാണ്, ജില്ലാ മേധാവിയാണ്, ഇവിടുത്തെ എൻവയറമെന്റ് എഞ്ചിനീയറാണ്. ഒരു കാര്യമില്ല. ഇപ്പം ഇത്രയും മീനുകളാണ് ഞങ്ങൾക്ക് എടുത്തു വെച്ചിരുന്ന മീനാണ്. ഇതിവിടെ കൊണ്ട് നിന്നിട്ട് അയാൾ തിരിഞ്ഞുകൂടെ നോക്കിയില്ലല്ലോ. അയാൾ ഇവിടെ ഇറങ്ങി നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതാണ് അയാളുടെ ഒരു സ്വഭാവം. അവർ പറയുന്നത് ഉപ്പുവെള്ളം കയറി ചത്ത മീൻ എന്നാണ് പറയുന്നത്, നല്ല വെള്ളം കയറി ചത്ത മീൻ എന്ന് പറയുന്നത്. അപ്പം അടുത്ത മീനുകൾ നമ്മൾ കൊണ്ടുവരികയാണ്. കൂടുതൽ ചത്തുപൊങ്ങിയ മീനുകളടക്കം ഈ ഓഫീസിന് മുമ്പിൽ കൊണ്ടിട്ടുകൊണ്ടാണ് ആളുകൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. നേരത്തെ പോലീസ് ഈ മാർച്ച് തടഞ്ഞിരുന്നു. വലിയ സംഘർഷത്തിലേക്ക് അടക്കം ഇവിടെ പോയിരുന്നു. നേരത്തെ ഓഫീസിനുള്ളിൽ നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് DCC പ്രസിഡന്റ് ഷിയാസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധി അടക്കമുള്ളവർ വലിയ പ്രതിഷേധം ഈ PCB ഓഫീസിനകത്ത് നടത്തുന്നത്. അതിന് പുറമെയാണ് ഈ പെരിയാർ സംരക്ഷണ സമിതി നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ മത്സ്യകർഷകരുടെ നേതൃത്വത്തിൽ ഈ PCB ഓഫീസിന് പുറത്ത് വലിയ തോതിലുള്ള സംഘർഷം നടത്തുന്നത്. നേരത്തെ ഈ ചീഫ് ഓഫീസറെ അടക്കം തടഞ്ഞു വെച്ചിരുന്നു. പിന്നീട് പോലീസ് എത്തി അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിടാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് പറഞ്ഞ് നടന്നു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ ഈ സംരക്ഷണ സമിതി അല്ലെങ്കിൽ സമര പ്രതിഷേധം നടത്തുന്നവർ അകത്തേക്ക് കടന്നു പോകാൻ സമ്മതിച്ചില്ല. പിന്നീട് അദ്ദേഹം തുടർന്ന് ഇവിടെ നിന്നും അദ്ദേഹം തിരിച്ചു പോവുകയായിരുന്നു. ഈ ചീഫ് എഞ്ചിനീയർ PCB ഓഫീസിൽ ഏതായാലും വലിയ സംഘർഷത്തിലേക്കാണ് ഇവിടെ പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് രാവിലെ പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. വിവിധയിടങ്ങൾ ചേരാനല്ലൂർ, കടമക്കുടി, കളമശ്ശേരി, ഏരൂർ അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. ഇപ്പോൾ നോക്കൂ, മീനുകൾ വലിച്ച് PCB ഓഫീസിലേക്ക് അകത്തേക്ക് വരെ എറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ ആളുകൾ ചത്തുപൊങ്ങിയ ഇന്നലെ രാവിലെ ചത്തുപൊങ്ങിയ മീനുകളാണ് അതെടുത്ത് ഓഫീസിനകത്തേക്ക് അടക്കം എറിയുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇവിടെ പോകുന്നത് കാര്യങ്ങൾ. ഇന്നലെ രാവിലെ മുതൽ വലിയ പ്രതിഷേധം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ കമ്പനികൾക്കെതിരെ ഈ തുറന്നുവിട്ട മാലിന്യം തുറന്നുവിട്ട രാസമാലിന്യം കലർന്നത് തന്നെയാണ് ഇവരുടെ ആളുകൾ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈ നേരത്തെ കൗൺസിലർമാർ ഈ PCB ഓഫീസിനകത്ത് നടത്തിയ സമരത്തിൽ 20 കമ്പനികൾ ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഏതൊക്കെ അറിയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ റീജിയണൽ ഓഫീസിൽ നിന്ന് അനുമതി ലഭിക്കാതെ ഇത് പറയാൻ സാധിക്കില്ല എന്നാണ് PCB ഓഫീസർമാർ അറിയിച്ചത്. ഷട്ടർ തുറന്നത് ഇറിഗേഷൻ വകുപ്പിനെ അറിയിച്ചിട്ടില്ല എന്നാണ് PCB ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ തവണ മത്സ്യങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ രാസമാലിന്യം കണ്ടെത്താനായിരുന്നില്ല എന്നും ഇത് ഈ ഓക്സിജന്റെ അളവ് ഷട്ടർ തുറന്നു തന്നെ വെള്ളം വന്നത് അമിതമായി ഒഴുകി ഓക്സിജന്റെ അളവ് കൂടിയതുകൊണ്ടുമാണെന്നൊക്കെയാണ് ഈ ഇറിഗേഷൻ വകുപ്പ് അല്ലെങ്കിൽ PCB ഓഫീസർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഏതായാലും ഈ വ്യവസായ സ്ഥാപനത്തിൽ നിന്നും മലിനജലം തുറന്നുവിട്ടത് തന്നെയാണെന്നാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഈ പ്രതിഷേധത്തിലേക്ക് കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ, മത്സ്യകർഷകർ അല്ലെങ്കിൽ പ്രദേശവാസികൾ എത്തുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുമ്പോൾ അകത്ത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ പുറത്ത് ഈ വലിയ തോതിലുള്ള പ്രതിഷേധം. നിലവിൽ ഈ ഫിഷറീസ് വകുപ്പിന്റെ അന്വേഷണം ഈ പ്രശ്നത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. 150 മത്സ്യക്കൂടുകൾ പൂർണ്ണമായും തകർന്നു എന്നാണ് ഇവരുടെ പോലീസുമായി നിലവിൽ സംഘർഷമടക്കം ഇവിടെ കാണാൻ സാധിക്കും.